ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ആദിലയും ഷാനവാസും കൂടി ഇന്ന് രാവിലെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ഷാനവാസ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു മട്ടൻ കറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെക്കുറിച്ച് വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ആദിലയോട് സംസാരിക്കുകയാണ്. അവളെ ഒന്ന് ചൊറിയാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നും ഷാനവാസ് സത്യത്തിൽ ആ ഒരു വിഷയം ഇതുവരെയും വിട്ടിട്ടില്ല. ഇന്നലെയും ആദിലയോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഷാനവാസ് പറയുകയാണ്, അവൾക്ക് നല്ല രീതിയിൽ ഫേവറിസം ഉണ്ട്. ഞാൻ പാത്രവുമായി അവിടെ നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരാരാണോ അവർക്ക് മാത്രം അവൾ കറി വിളമ്പി കൊടുക്കാറുണ്ട്, എനിക്ക് കറി വിളമ്പാറില്ല. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് അവളുടെ മുൻപിൽ യാചകനെ പോലെ പാത്രവുമായിട്ട് കെഞ്ചുന്നത്? എനിക്ക് സത്യത്തിൽ നിങ്ങൾ അവളോട് മിണ്ടുന്നതോ അവളുടെ കൂടെ നടക്കുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ, നിങ്ങൾ ആരോട് മിണ്ടണം ആരോട് മിണ്ടണ്ട എന്നുള്ളതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും തന്നെ പറയാത്തത്. പക്ഷേ നിങ്ങൾ അവളോട് മിണ്ടുന്നതോ അവളുടെ കൂടെ നടക്കുന്നതോ ഒന്നും തന്നെ എനിക്കിഷ്ടമല്ല. അത് മാത്രമല്ല, അവൾക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അന്ന് അവൾക്ക് വേണ്ടിയാണ് ഞാൻ അക്ബറുമായിട്ട് ആ ഒരു വഴക്കുണ്ടാക്കിയത്. എന്നിട്ട് എന്നെയും അക്ബറിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് കൺഫെഷൻ റൂമിൽ നിന്നും ഞാൻ വന്നതിന് ശേഷം എന്നോട് ഒരു സോറി പോലും അവൾ പറഞ്ഞില്ല. അവൾ സെൽഫിഷാണ്. അവളുടെ കാര്യങ്ങൾ മാത്രമേ അവൾ നോക്കുകയുള്ളൂ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ അത്രയധികം വഴക്കുണ്ടാക്കിയത്. എന്നിട്ടും അവൾ എന്നോട് ഒരു സോറി പോലും പറയാൻ തയ്യാറായില്ല. അവളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി അവൾ നമ്മളെ അവളുടെ കൂടെ നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിലോട് ഷാനവാസ് പറയുകയാണ്. ഷാനവാസ് ആ മട്ടൻ കറിയുടെ വിഷയം ഇതുവരെയും വിട്ടിട്ടില്ല. അത് മാത്രമല്ല, ഷാനവാസുമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഷാനവാസ് മറക്കാറില്ല എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാണ് ഇന്ന് ആദിലോട് പറഞ്ഞിരിക്കുന്ന ഈ സംഭാഷണങ്ങൾ. അക്ബറുമായി നടത്തിയിരിക്കുന്ന അക്ബറും ഷാനവാസും തമ്മിലുള്ള ആ ഒരു വഴക്കത് എത്രയോ മുൻപ് നടന്നൊരു സംഭവമാണ്. എന്നിട്ട് അതുപോലും ഷാനവാസ് മറക്കാൻ തയ്യാറായി. അതും മനസ്സിലിട്ടുകൊണ്ടാണ് ഷാനവാസ് ഇപ്പോഴും നടക്കുന്നത്. എന്തായാലും പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ മറക്കാൻ തയ്യാറാവാത്തൊരു വ്യക്തിയാണ് ഷാനവാസ് എന്നതുകൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും